സന്നിധാനം എന്തായാലും ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്, കാത്തിരിക്കുകയാണ്. നമുക്ക് എരുമേലിയിൽ നിന്ന് മിഥുൻ അയ്യപ്പൻ കൂടി ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ മുതൽ മിഥുൻ പറയുന്നുണ്ടായിരുന്നു അവിടെ തീർത്ഥാടകരുടെ തിരക്ക് ഇന്നലെ വലിയ തോതിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അവിടെ വലിയ തിരക്ക് അനുഭവപ്പെടാൻ സാധ്യതയില്ല. കാരണം തീർത്ഥാടകരെ ഇങ്ങോട്ടേക്ക് പ്രവേശിക്കുന്നതിന് ഇന്നൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയുകൊണ്ട് പ്രധാന ഇടത്താവളങ്ങളിൽ തീർത്ഥാടകർ ഉണ്ടാവില്ല. മിഥുൻ, കേൾക്കാമെങ്കിൽ എരുമേലിയിലെ അവസ്ഥ എങ്ങനെയാണ്? എരുമേലിയിൽ കാനനപാത വഴി തീർത്ഥാടകർക്ക് പ്രവേശനം ഉണ്ടാകില്ല എന്ന് നേരത്തെ അറിയിച്ചിരുന്നു. ഇടത്താവളങ്ങളിൽ ശബരിമലയുടെ തിരക്ക് നിയന്ത്രിക്കാൻ ഇടത്താവളങ്ങളിൽ തീർത്ഥാടകരെ തടയുമെന്നൊക്കെയാണ് അറിയിച്ചത്. എരുമേലിയിൽ അത്തരത്തിൽ തീർത്ഥാടകരെ നിയന്ത്രിച്ച് നിർത്തിയിട്ടുണ്ട്. എന്താണ് എരുമേലിയുടെ ഒരു അവസ്ഥ മിഥുൻ, കേൾക്കാമെങ്കിൽ? ഉമേഷ്, ഇപ്പോൾ എരുമേലി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മാസങ്ങളായി ഈ മണ്ഡലകാല ആരംഭം മുതൽ ശരണമന്ത്രധ്വനികളാലും അതുപോലെ തന്നെ പേട്ടതുള്ളലിൻ്റെ വാദ്യഘോഷങ്ങളാലും എല്ലാം വളരെ സമ്പന്നവും സജീവമായിരുന്നെങ്കിൽ ഇന്നത്തെ ഈ ദിവസം, ഈ മകരസംക്രമണ ദിവസം, സംക്രമ ദിവസം എന്ന് പറയുന്നത് വളരെ ഭക്തജനങ്ങൾ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ശാന്തമായി ശരണമന്ത്രങ്ങൾ, ഘോഷങ്ങൾ അങ്ങിങ്ങായി കേൾക്കാമെന്നൊഴികെ വലിയ രീതിയിലുള്ള തിരക്ക് ഇല്ല എന്നുള്ളതാണ്. അയ്യപ്പന്മാർ ഇന്നലത്തോട് തന്നെ സന്നിധാനം ലക്ഷ്യമിട്ട് യാത്ര പുറപ്പെട്ട് കഴിഞ്ഞു. ഇന്ന് 10 മണി വരെയാണ് എരുമേലിയിൽ നിന്ന് പമ്പയിലേക്കുള്ള ഭക്തരുടെ വാഹനങ്ങൾ കയറ്റിവിടുകയുള്ളൂ എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. 10 മണിക്ക് ശേഷം വാഹനങ്ങൾ കയറ്റിവിടില്ല. അതേപോലെ തന്നെ കാനനപാത വഴിയുള്ള ഇന്നത്തെ യാത്ര ഇന്ന് 7 മണി മുതൽ അഴുതക്കടവ് മുതലുള്ള യാത്ര ആരംഭിച്ചിട്ടുണ്ട്. കാനനപാത വഴി 7 മണി മുതൽ ഭക്തർക്ക് ഇന്ന് കാനനപാതയിലേക്ക് പ്രവേശിക്കാം. പരമ്പരാഗത പാത വഴിയുള്ള യാത്ര നടത്താം. പക്ഷേ 9 മണി വരെ അവിടെയും അനുമതി ഉള്ളൂ. 9 മണിക്ക് ശേഷം അഴുതക്കടവ് വഴിയുള്ള പ്രവേശനവും നിയന്ത്രിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. അത്തരത്തിൽ 10 മണി വരെ എരുമേലിയിലും 9 മണി വരെ അഴുതക്കടവിലൂടെയും ഭക്തർക്ക് സന്നിധാനം ലക്ഷ്യമിട്ട് യാത്ര ചെയ്യാം. പക്ഷേ അതിനുശേഷം യാത്ര ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. അതാതിടങ്ങളിൽ ഇത്തരത്തിൽ ഭക്തരെ തടയും, അത്തരത്തിൽ നിയന്ത്രിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ കഴിഞ്ഞ ദിവസം ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ പമ്പയിലും നിലയ്ക്കലിലും പാർക്കിംഗ് നിറഞ്ഞു കവിഞ്ഞതോടുകൂടി ഇടത്താവളങ്ങളിൽ ഭക്തരെ നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി എരുമേലിയിലെ പാർക്കിംഗ് കേന്ദ്രങ്ങൾ അടച്ചിട്ടിരുന്നു. അല്ലെങ്കിൽ ഭക്തരെ പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ നിന്ന് ബസ് പുറത്തേക്ക് എടുക്കാൻ അനുവദിച്ചിരുന്നില്ല. അത്തരത്തിൽ ഇന്നലെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്കൊക്കെ അയ്യപ്പന്മാർ നീങ്ങിയിരുന്നു. പക്ഷേ ഏതാണ്ട് മണിക്കൂറുകൾ അയ്യപ്പന്മാർക്ക് അവിടെ കാത്തു നിൽക്കേണ്ടി വന്നെങ്കിലും പിന്നീട് നിലയ്ക്കലിലും പമ്പയിലുമെല്ലാം വാഹനങ്ങൾ പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ ഫ്രീ ആയതിന് ശേഷം അവരെ വീണ്ടും ഈ ഭക്തജനങ്ങളെ അവിടേക്ക് പ്രവേശിപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഭക്തരുമായി കൃത്യമായ ആശയവിനിമയം നടത്താത്തതിലുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് എരുമേലിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത് എന്ന് നമുക്ക് കൃത്യമായി പറയേണ്ടി കഴിയും. കാരണം ഇവർ റോഡ് ഉപരോധത്തിലേക്ക് കടന്നത് തന്നെ 3 മണിക്കൂറോളം ഇത്തരത്തിൽ പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ കെട്ടിക്കിടന്നതിന് ശേഷമാണ്. 3 മണിക്കൂറോളം പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ കെട്ടിക്കിടക്കുമ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത എല്ലായിടത്തും മുഴച്ചു നിൽക്കുന്നതാണ്. അത് കൂടുതൽ പ്രകടമായി വരും. സ്വാഭാവികമായും അയ്യപ്പന്മാർ ഈ ഒരു ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് കടക്കുകയും ചെയ്യും. മാത്രമല്ല, ഇത് മുതലെടുക്കാൻ ഇവിടുത്തെ പാർക്കിംഗ് കേന്ദ്രങ്ങളിലെ കരാറുകാരും പരമാവധി ശ്രമിക്കുകയാണ്. കാരണം പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ ഇവർ അയ്യപ്പന്മാരുടെ കുറ്റം കൊണ്ടല്ലാതെ, അയ്യപ്പന്മാരുടെ പ്രശ്നം കൊണ്ടല്ലാതെ മണിക്കൂറുകളിൽ കെട്ടിക്കിടക്കേണ്ടി വരുമ്പോൾ അവർക്ക് അധികമായിട്ടുള്ള പാർക്കിംഗ് ഫീസ് അടക്കം കൊടുക്കേണ്ടി വരും. പക്ഷേ ഇത് കൊടുക്കേണ്ടി വരില്ല എന്നും വേണ്ട സൗകര്യങ്ങൾ തയ്യാറാക്കുമെന്നും അതുപോലെ തന്നെ അല്പസമയത്തിനകം തന്നെ കുറച്ച് സമയം കൂടി കാത്തിരുന്ന് സന്നിധാനത്തിലെ തിരക്ക് നിയന്ത്രിക്കുന്നതിന് മുറയ്ക്ക് കയറ്റിവിടുമെന്നുള്ള കൃത്യമായിട്ടുള്ള ആശയവിനിമയം അയ്യപ്പന്മാരിലേക്ക് നടക്കാത്തതിൻ്റെ പ്രശ്നമാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്കും അയ്യപ്പന്മാർ ഒരു സമരമാർഗത്തിലേക്ക് വരെ കടക്കേണ്ട അങ്ങനെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. അങ്ങനെ ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ ഇടങ്ങളും ഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളെ എല്ലാ ഇടങ്ങളും എല്ലാ വഴികളും ശബരിമലയിലേക്ക് തന്നെയാണ്. എന്തായാലും പ്രയാഗ്രാജ് ശബരിമല സന്നിധാനം മകരസംക്രമം ഇതൊക്കെ ജനൻ ടിവിയെ സംബന്ധിച്ച്, ജനൻ ടി വി പ്രേക്ഷകരെ സംബന്ധിച്ച് ഏറെ പ്രത്യേകതകളുണ്ട്. അതിൻ്റെ ഭാഗമാകാൻ സാധിച്ചത് ഏറെ പുണ്യമാണ്. എന്തായാലും